ഫെദ്ദല മ്യൂസിക് 1982 ജൂൺ 21 ഫ്രാൻസിലെ തെരുവോരങ്ങളിൽ ആരംഭിച്ചൊരു പ്രോഗ്രാമാണത്. സംഗീതോത്സവം എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകം മുഴുവൻ ലോക സംഗീത ദിനമായി ആചരിക്കുന്ന ഒരു ദിവസത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. ഇന്ന് ഈ ലോക സംഗീത ദിനത്തിൽ നമ്മോടൊപ്പം പുല്ലാങ്കുഴൽ വിദഗ്ധൻ ശ്രീ ജോൺസൺ പുഞ്ചക്കാട്. ജോൺസേട്ട, സന്തോഷം. ലോക സംഗീത ദിനം തന്നെ ജോൺസേട്ടനെ കാണാൻ പറ്റി. അപ്പോൾ സംഗീത ദിനമാണിന്ന്. ജോൺസേട്ടന് അറിയാലോ, ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷിക്കേണ്ടതാണ് നമ്മളെ പ്രഭാതം. അതെ, ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി വെച്ച ഒരു ദിവസമാണ് സംഗീതം കൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി. എന്നാൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തു. ഡെയിലി 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന. അപ്പം ഇന്ന് സംഗീതനായോട് കുറച്ചും കൂടി പിന്നെ അതിനൊരു എന്താ പറയുക ഉഷാറുണ്ടായി. നമുക്ക് വേണ്ടി തന്നെ എടുത്ത് വെച്ചല്ലേ നമ്മളത് ലോകത്തെ മുഴുവൻ സംഗീതജ്ഞർക്കും നമ്മളത് ആഘോഷിക്കണ്ടേ അല്ലേ? അതെ. 1982 ഫ്രാൻസിൽ ഈ ഒരു ലോക ദിനം തുടങ്ങുമ്പോൾ, ലോക സംഗീത ദിനം തുടങ്ങുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കലാകാരന്മാരെ കൂടെ പുതിയ കലാകാരന്മാരെ കൂടി ഉൾപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമായിരുന്നു ഫ്രാൻസിൽ വന്നത്. അപ്പോൾ ജോൺസേട്ടന് ഇപ്പോൾ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ? ജോൺസൺ നല്ല പ്രോഗ്രാം, നല്ല പരിപാടിയാണ്. ഇനി എന്താണ് പ്രോഗ്രാം? ഇന്നിപ്പോ ഇനി ഈ സംഗീത ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ഭാസ്കർ മാഷത്ത് പോകണം. തമ്പാൻ വീരമണീന്റെ അവരെ ഒരു പരിപാടിയിൽ ഒക്കെ പങ്കെടുക്കണം, ആശംസ അറിയിക്കണം. ആ പരിപാടിയിൽ പാട്ട് വായിക്കണം. സംഗീതം തന്നെയാണല്ലോ, ഫ്ലൂട്ട് വായിക്കണം. ഇപ്പം പോയിട്ട് മാഷ വിളിച്ചിട്ടുണ്ട്, പോകണം. അത് 2 മണിക്കാണ് പരിപാടി തുടങ്ങുക. മാഷ വീട്ടിലായിരിക്കും, മാഷ വീട്ടിൽ വെച്ച് നടത്തുന്നത്. ജോൺസേട്ടന്റെ പഴയ ഒരു നാടകം ഉദയസംക്രാന്തി കഥാപാത്രങ്ങളെ ഞാൻ ഒറ്റക്ക് അവതരിപ്പിച്ച ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടു. ഉദയസംക്രാന്തി അത് വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടില്ല. അതിന് സംഗീതം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൂട്ട് വായിക്കുന്നത് ആ നാടകത്തിന്. അപ്പൊ അത് ആ ദിവസം ആ മാഷ വീട്ടിൽ തന്നെ ഇന്ന് പരിപാടി ഉണ്ടായത്. മറ്റൊരു കാര്യം, സംഗീതം അതിൽ ഉദയസംക്രാന്തി എന്ന് പേര് പറയുമ്പോൾ ഒരു ഫ്ലൂട്ടിന്റെ ഒരു ഞാൻ വായിച്ചുതരാം. ആ ഒരു സംഭവം ആണ് മാഷ ആദ്യം വായിപ്പിച്ച ഒരു സംഭവം. ഇതാണ് ഉദയസംക്രാന്തി. ഉദയസംക്രാന്തി ആ ഉദയത്തിന്റെ സംഭവമാണ്. അതൊരു പുലരിയുടെ സംഗീതമാണ്. ജോൺസന്റെ ശരിക്കും ഏതാ രാഗം? അത് മോഹനം എന്ന് പറഞ്ഞ രാഗം. സരിഗാപദാസ വരും ആ രാഗത്തിന്റെ സ്വരങ്ങള്. സാധാരണ നമ്മൾ പുലർച്ചെയൊക്കെ ഒരു ഫ്ലൂട്ട് വായന പുലർച്ചയുടെ പ്രതീതിയൊക്കെ ഉണ്ടാക്കാൻ മോഹനരാഗം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മോഹനം ഉപയോഗിക്കും. അതുപോലെ തന്നെ പിന്നെ രേവഗുപ്തി എന്നൊരു രാഗമുണ്ട്. ജോൺസേട്ടന് ഇഷ്ടപ്പെട്ട രാഗം ഏതാ ശരിക്കും? ഞാൻ ഇഷ്ടപ്പെട്ട രാഗം തന്നെ കുറേ രാഗം ഇഷ്ടമാണ്. ആ മോഹനം വായിച്ചാൽ മോഹനത്തിനോട് താല്പര്യം. ഇപ്പം രേവഗുപ്തി എന്ന രാഗം വായിക്കുമ്പോൾ നമ്മൾ പ്രഭാതം കാണുക. ഒരു നേരം വെളുക്കുന്ന സമയത്തില്ലേ ഒരു അല്ലേ ആ ഒരു സമയം. പിന്നെ മറ്റത് വരുമ്പോൾ നമ്മള് മോഹനം വരുമ്പോൾ ഒരു പ്ലസന്റ് മൂഡും കൂടി ആയിരിക്കും ഉണ്ടാവും. നല്ല പുലരി എന്നും പറയില്ലേ, പുലരി എന്നു പറയുമ്പോൾ സന്തോഷത്തിന്റെ. എന്നിട്ട് അതിൽ ഒരു പക്ഷിയുടെ ശബ്ദം കൂടെ നേരം വെളുത്തുന്നുണ്ട്. അത് ഫ്ലൂട്ടിൽ തന്നെ. അത് ഫ്ലൂട്ട് തന്നെ. ശരിയാ. അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന രാഗം. മറ്റതും എനിക്ക് ഇഷ്ടമാണ് രാഗം മോഹനം. അദ്ദേഹത്തെ മോഹനത്തിൽ ഒരു ഗാന്ധാരം മാറിക്കഴിഞ്ഞാൽ ശിവരഞ്ജനി. മൂട് മാറിയില്ലേ, അത് സങ്കടം വന്നില്ലേ? അതെ, അതാണ് സംഗീതം. ഏതവസ്ഥയിൽ ആ ഗാന്ധാരം മാറുമ്പോഴത്തേക്ക് അതിന് മാറ്റം വന്നു. ഇനി വയലിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാം.
ഇത് വായിക്കുമ്പോൾ ധർമ്മട്ടം പറയുന്നുണ്ട് ഉം. ചളി മണക്കുന്നത്, വയലിൻ വയലിന്റെ കളി. ചളി മണക്കുന്നത് പറയുന്നുണ്ട്. അതായത് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് ഉണ്ടാവും നമുക്ക് വയലിൽ നമ്മൾ എത്തിയ പ്രതീതി ഉണ്ടാക്കാൻ പ്രതീതി സാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. അത് ഉണ്ടാക്കുന്നത്. അപ്പം അന്നേരം നമുക്ക് ചളി മണക്കൂലേ വയലിലെ കൂടി ഉം. അല്ലേ? കർഷകന്റെ ചെളിയും കർഷകൻ. അപ്പൊ അത് പറയൽ തമാശ പറയുന്നതാണ് ആ സമയത്ത്. അപ്പൊ അതാ സംഗീതത്തിന്റെ ഒരു പ്രത്യേകത. ഈ സംഗീത ദിനത്തിൽ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റി എനിക്ക് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അത് കലാകാരന്മാർക്കുള്ള അവഗണനക്കെതിരെ ജോൺസൺ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അത് ജോൺസൺ? 12 മണിക്കൂർ ഞാൻ ചെറുത്തൂര് നടത്തിയത്. അത് അത് പിന്നെ അന്നേരം സംഗീതത്തെ നമ്മുടെ നാടിനെ നോക്കിയിട്ട് സംഗീതത്തെ സ്നേഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. നാട്ടിലെ കൊച്ചിയിലെ സംഗീത ഗാനമേള ടീം ഉം. അത് ഉഗ്രനാണ് എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഞാൻ വരുന്നില്ല, കൊച്ചിക്കാരനാണ് നല്ലത്, അല്ലെങ്കിൽ തെക്കോട്ടില്ലവരാണ് നല്ലത്. എന്നാലും മലബാർ ഇവിടെ കണ്ണൂർ ജില്ലയിലെ ആൾക്കാർ അന്ന് ഏത് ഗാനമേള വെക്കുന്നത് കൊച്ചി, എറണാകുളം എന്ന് മാത്രം പൈസ കുറെ കൊടുത്തിട്ട് ചെയ്യും. നമ്മുടെ നാട്ടുകാർക്ക് പൈസ ഒന്നും കൊടുക്കില്ല, അവരെ പാടാനും വിടില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു കാലം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനൊരു ഒരു സംഗീതത്തെ അവഗണിക്കാൻ പാടില്ലാന്ന് വെച്ചിട്ട് 12 മണിക്കൂർ നിർത്താതെ അത് ഗിന്നസ് റെക്കോർഡിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വന്നിട്ടൊന്നുമില്ല. പക്ഷെ അത് അവർ പറഞ്ഞില്ല അങ്ങനെ ചെയ്യാം, നമുക്ക് നോക്കാം. പക്ഷെ അതൊന്നും ആ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ഈ 12 മണിക്കൂർ ഓർക്കസ്ട്രക്കാരെ മാറ്റി 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 എടുത്ത് അത്ര വരെ സൗണ്ട് സിസ്റ്റം, കുറേ സാമ്പത്തിക പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് വിജയിച്ചു എന്നില്ല. 12 മണിക്കൂർ വരെ വായിച്ചു. അവരാദ്യം 10 മണിക്കൂർ 8 മണിക്കൂറിലും കഴിയുന്ന സമയത്ത് തന്നെ അവർ ജോൺസൺ കൂടി പോകുന്നില്ലേ സർട്ടിഫിക്കറ്റ് ചെയ്താൽ അവർക്ക് പ്രശ്നമുണ്ടായി, തീരും തോന്നുന്നില്ല എന്ന് അവർക്ക് പോലും വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ 12 മണിക്കൂർ ഞാൻ വായിച്ചിട്ട് വീണ്ടും ഒരു ഗാനമേളൊക്കെ വായിച്ചിട്ട് ഞാൻ വെള്ളം കുടിച്ചു. അപ്പോൾ വെള്ളം കുടിച്ചു തന്നെ വെള്ളമൊക്കെ കുടിക്കും. പക്ഷെ എന്നാലും ആ 12 മണിക്കൂർ വായിച്ചതിന് ശേഷമാണ് ഒന്ന് കഴിക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ ഞാൻ മനസ്സ് കാണിച്ചത്. അത്രയും അതിനോട് ജോൺസൺ എന്നെ കൂട്ടി ദക്ഷിണാമൂർത്തി സ്വാമിയെ കാണാൻ പോയ ഓർമ്മ ഇരിക്കുന്നുണ്ട്. അതന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയെ നമ്മൾ അമ്പലത്തിൽ പോയി കണ്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ കാലൊക്കെ തൊട്ട് നമസ്കരിച്ചൊരു ഓർമ്മ. അന്ന് ആ സ്വാമിന്റെ കൂടെ എനിക്ക് പരിപാടിക്ക് വായിക്കാൻ പറ്റിയിരുന്നില്ല. അന്ന് ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു സംഗീത അഭിലാഷം. അത് ഈ ദിനം ഓർമ്മിക്കേണ്ടതാണ്. സംഗീത ദിനം ഞാൻ ഓർമ്മിക്കുന്ന സ്വാമിജീനെ, ദക്ഷിണാമൂർത്തി സ്വാമിജീനെ ഞാൻ ഓർമ്മിക്കണം. കാരണം അദ്ദേഹം വായിച്ചു കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് നന്നായിട്ടുണ്ട്, ഫ്ലൂട്ട് ശ്രുതി ചേർത്ത് വായിക്കാൻ വളരെ വിഷമമാണ്, എൻ്റെ എല്ലാ പാട്ടും ഞാൻ പാടിയ പാട്ടിനൊക്കെ നന്നായി വായിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പിന്നണിയിൽ ഇരിക്കുവാൻ തന്നെ വലിയ ഭാഗ്യമാണ്. അത് ഞാൻ കാല് തൊട്ട് നമസ്കരിച്ചു. അപ്പൊ വന്ന് കണ്ണെന്ന് വെള്ളം വന്നു ഞങ്ങൾക്ക്. ഇത്രയും വലിയൊരു പിന്നെ അതൊക്കെ സംഗീതജ്ഞൻ എന്ന പേരിന് ഇന്നത്തെ ദിവസം ഓർമ്മിക്കേണ്ടതാണ്. സത്യം അല്ലേ? സംഗീതജ്ഞന്മാരെ ഓർമ്മിക്കണ്ടേ? സംഗീതം കൊണ്ട് നടക്കുന്നവർ ഓർമ്മിക്കേണ്ട കാര്യമാണ്. ഈ ദക്ഷിണാമൂർത്തി സ്വാമിനെ, അതുപോലെ തന്നെ ചൗരസ്യന്റെ എൻ്റെ ഒന്ന് ഫ്ലൂട്ട് വാങ്ങിയിട്ട് വായിച്ചു. അദ്ദേഹത്തെ കാണാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ കാറ്റ് കൊള്ളാൻ വരെ യോഗ്യത ഇല്ലാത്ത നമ്മളാണ്. പക്ഷെ അതൊക്കെ ഈ ദിനത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർമ്മിക്കേണ്ടത്. അതുപോലെ തന്നെ മദ്രാസിൽ വെച്ച് ദാസൻ സ്റ്റേജിൽ വന്നിട്ട് കൈ തന്നത് ഒരു തരകാവ് ഇവിടെ വായിച്ചു, അതും സംഗീതമാണ്. പിന്നെ ഒരു കുട്ടി, ഞാൻ അനാഥാലയത്തിലൊക്കെ ഞാൻ സംഗീതം കൊണ്ട് പോകാറുണ്ടായിരുന്നേ. അപ്പോൾ തമാശ പറയുമ്പോൾ ഒരു തമാശ പറയാനേ. അപ്പോൾ ആ കുട്ടി ഗൾഫ് സ്കൂളിൽ വെച്ച് വായിക്കും, ടീച്ചറുണ്ട്, ഞാൻ കൊലക്കൊഴി വിളി വായിക്കും, ടീച്ചറിന്റെ കരയുന്നത്. ഞാൻ ചോദിച്ചു ടീച്ചറിന്റെ കരയെന്ന് ചോദിച്ചു. അന്നേരം ടീച്ചർ പറഞ്ഞു ഇല്ല ഒന്നുമില്ല. മറ്റേ ഞാൻ അല്ല പറ പാട്ട് മോശമായിട്ടാണോ? ഒന്നുമല്ല, ഈ കുട്ടി 3 കൊല്ലമായിട്ട് 4 കൊല്ലമായിട്ട് ഇവിടെ വായിക്കുന്നുണ്ട്. ഈ കുട്ടീൻ്റെ പുറത്തേക്ക് ഒരു ശബ്ദം വരുത്താൻ വേണ്ടി നമ്മൾ കുറേ ടീച്ചർമാർ ശ്രമിച്ചു, ഇല്ല. ഇന്ന് ജോൺസന്റെ കോലക്കൊഴൽ വിളി എന്നതിന്റെ പാട്ട് വായിച്ചപ്പോൾ കൂടെ വിളി എന്ന് പറഞ്ഞ കുട്ടി പാടി, അതൊക്കെ കുളിര് വരുന്നു. ആ ഒരു നിമിഷം സംഗീതത്തിന്റെ വില എന്നാന്ന് മനസ്സിലാക്കി. ഇത്രമാത്രം സംഗീതത്തിന് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അതൊന്ന് ആ കുട്ടി ശബ്ദം ഒന്ന് പുറത്തു വന്നു ഞാൻ വായിച്ചപ്പോൾ. കൂടാതെ ഒരു വൃക്കരോഗിയുടെ അടുത്ത് പോയ സമയത്ത് കിടന്നെടുത്തിട്ടുണ്ടായ വൃക്കരോഗിയാണ്. അവരെ സെൻട്രൽ റൂമിൽ വെച്ചിട്ട് ഞാൻ വായിക്കുന്നത്. ഒരാൾ എഴുന്നേറ്റ് വന്ന് ഇടിച്ചിട്ട് ഒരു പാട്ട് പാടി. ഞാൻ ഭർത്താവിനോട് നിങ്ങൾ ദൈവമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ദൈവമല്ല, സംഗീതമാണ് ദൈവം. ആ സംഗീതമല്ലേ അവരെ എണീപ്പിച്ചത്. ഇതൊക്കെ അനുഭവമാണ്. ഈ ദിവസം എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങളുണ്ട്. അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. അല്ലാണ്ട് എൻ്റെ ഈ ദിനത്തിന് ഇന്നത്തെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, ഇനിയിപ്പം പല ആൾക്കാരും പിന്നെ ഈ ദിവസം നമ്മളെല്ലാം ഓർമ്മിക്കും അല്ലെ? സംഗീത ദിനം എന്ന് പറയുമ്പോൾ ഇന്ന് യോഗേന്റെയും കൂടെ ദിവസമാണ്. അപ്പൊ ഇപ്പം അത് രണ്ടും കൂടി നല്ല ചേർച്ചയുടെ സംഭവം. സംഗീതത്തിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാ, പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റും. മനസ്സിന് സമാധാനം കൂടാണ്ട് എന്താ പറയാ, സംഗീതം ആണ് ശരിക്കും പറഞ്ഞാല് ഇല്ലവർക്ക് പിന്നെ ശാന്തി ഉണ്ടാവും, എന്നാൽ അവർക്ക് നല്ല മനസ്സുണ്ടാവും എന്നാ പറയുന്നത് അല്ലേ? നല്ല മനസ്സിന് ഉടമകളായിരിക്കും സംഗീതജ്ഞന്മാരെന്നാ പറയുന്നത്. ദൈവികത്വം ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സംഗീത ദിനം എന്ന് പറഞ്ഞാൽ ആ സംഗീത ദിനം ആ ഒരു ദിവസം തന്നെയാണ്. ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരാളാണ് ജോൺസൺ. ഇപ്പൊ ജോൺസൺ ഈ ഒരു ലോക സംഗീത ദിനം എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരുപാട് ആളുകളെ മുന്നിൽ
ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ച് വലിയൊരു സംഗീതജ്ഞനായി നിൽക്കുന്ന ജോൺ ചേട്ടന് ലോക സംഗീതത്തിന് അത്രയും പ്രാധാന്യമുള്ളതാണ്. ഈ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ അത്തരം പുതിയ പുതിയ കലാരംഗത്തേക്ക് കടന്നു വരുന്ന കുട്ടികളോട് ജോൺ ചേട്ടൻ്റെ ഒരു ഉപദേശം എന്തായാലും? എനിക്ക് പറയാനുള്ളത് ഞാൻ സംഗീതം ദൈവികമാണെന്നാ പറയാനുള്ളത്. അത് എപ്പോഴും നമ്മൾ അതിനെ കൊണ്ടുപോകണം, അതിനെ സാധകം ചെയ്തിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരണം. മുമ്പത്തെ കാലത്തൊന്നും സംഗീതത്തിന് നമുക്ക് സംഗീതം പഠിക്കാൻ വേണ്ടി പോകണമെങ്കിൽ നമ്മൾ പല ദൂരമൊക്കെ പോകണം. ഞാനൊക്കെ കാസർഗോഡെല്ലാം പോയിട്ടാണ് പഠിച്ചത്. പക്ഷെ ഇന്ന് അടുപ്പിൽ കൂട്ടുമ്പോൾ അപ്പുറം ഇപ്പുറം എല്ലാം സംഗീത വിദ്യാലയം കാണാം. ഒരു നാട്ടിൽ തന്നെ 3 ഉണ്ടാവും. അപ്പോൾ ആ ഒരു സന്ദർഭം നിങ്ങൾ കളയാൻ പാടില്ല. അപ്പോൾ നിങ്ങളത് എന്തായാലും വയലിനായാലും ഗിറ്റാറായാലും ഫ്ലൂട്ടായാലും പാട്ടായാലും എല്ലാ ഉപകരണങ്ങളായാലും വായ്പാട്ടായാലും നിങ്ങൾ ആ സമയം ഇതിനു വേണ്ടി കുറച്ച് സമയം ചിലവാക്കണം. നമ്മൾ ചിലവാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടുന്നൊരു നിമിഷങ്ങൾ നമുക്കുണ്ടാവും. പ്രാക്ടീസ് ചെയ്യുമ്പം എല്ലാം ആയിട്ടാകുമ്പോൾ നമ്മളെ വിഷമങ്ങളൊക്കെ മറക്കാൻ പറ്റുന്നൊരു സംഭവമാണ് സംഗീതം. എനിക്കും മനസ്സിലായതുപോലെ പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്തായാലും നിങ്ങൾ ഈ സംഗീത ദിനമെങ്കിലും നിങ്ങൾ ഇത് പഠിക്കാൻ ഒരു മനസ്സുകൊണ്ട് ഞാൻ നാളെ മുതൽ ഞാൻ ഇത് പഠിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് വേണ്ടി വരാൻ വേണ്ടി തയ്യാറാണ്. ഇനി ശിഷ്യന്മാർ അവരിപ്പം നല്ല ഇതിൽ എൻ്റെ അടുത്ത് പഠിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി എത്തുകയും ചെയ്യും. ഇനി വരുന്നവർ അങ്ങനെ വരാൻ ഇങ്ങനെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടുണ്ട്. അങ്ങനെ അടിപൊളിയാണ് ഇന്നത്തെ ദിവസം. അങ്ങനെയാണ്. ഓക്കെ, ജോൺസന്റെ ചെറുപ്പകാലത്ത് ഇപ്പം പഴയ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ കലാകാരന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് അവഗണനകളും ഇങ്ങനെ ഒരു ദുരിതങ്ങളൊക്കെ പേറിയിട്ടാണ് കലാരംഗത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലാകാരനാവുക എന്ന് പറഞ്ഞ ഒരു ജീവിതോപാധി കണ്ടെത്താനുള്ള മാർഗമല്ല എന്നൊരു ധാരണയായിരുന്നു അന്നത്തെ കാലത്ത്. തീർച്ചയായിട്ടും അതന്നെയാണ് ഉണ്ടായി നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നമ്മുടെ നാട്ടിൽ അതിനെങ്ങനെയാ ജോൺസൺ അതിജീവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഒരു തീക്കനലിന്റെ മുകളിൽ നടന്നിട്ട് തന്നെയാണ്. എന്നാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാണ്ട് വെച്ചാൽ ഞാൻ ആദ്യം ചന്തയിൽ അമ്മ അടക്കുല് വാങ്ങാൻ കാരണം ചന്തയിൽ ഐസ് വാങ്ങാൻ അമ്മ കോന്തലിൽ നിന്ന് എടുത്തന്ന് 5 പൈസ എടുത്തിട്ട് ഐസ് വാങ്ങാൻ പോയ കഥ. താവൂരാട്ട് രാമന്തിരി ഐസിന് വരെ ഞാൻ ഫ്ലൂട്ട് വാങ്ങി, അവരെല്ലാം ഐസ് വാങ്ങി, ഞാൻ ഫ്ലൂട്ട് വാങ്ങി. അന്ന് ആ ഐസുകാരൻ 5 പൈസേന്റെ മുകളിൽ 6 പൈസ ഫ്ലൂട്ടിൽ നിന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഫ്ലൂട്ട് വാങ്ങൂല, ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യം ആലോചിക്കേണ്ട കാര്യ ചന്ത വെക്കുന്നില്ലേ, അത് വെലൂണ് വെക്കുന്നില്ലേ, അയാളെ 6 പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങൂല. 5 പൈസന്റെ മില്ലും ഐസിന് പകരം ഫ്ലൂട്ട് വാങ്ങിയ കലാകാരൻ അയാൾ 5 പൈസ എന്നല്ല 6 പൈസ എന്ന് പറഞ്ഞെങ്കിൽ പോയില്ലേ. അപ്പൊ അദ്ദേഹം എനിക്ക് എടുത്തു തന്നത് ആദ്യമായിട്ട് ആ ഫ്ലൂട്ട്. അപ്പൊ ആ ഒരു ഫ്ലൂട്ടിലാണ് തുടക്കം. അതന്നെ അതന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം തന്നെ ഊതി എന്ന് പറഞ്ഞാൽ സ്വന്തം ഊതി ഇങ്ങനെ പാട്ടെല്ലാം വായിക്കാൻ തുടങ്ങി എന്ന് പറയും. ആദ്യ ഗുരു ആരായിരുന്നു ശരിക്കും? ഗുരു എന്ന് പറഞ്ഞാൽ ആദ്യം കാഞ്ഞങ്ങാട് രാമേന്ദ്രേട്ടന്റെ ഏട്ടൻ വേണുമാഷാണ് ആദ്യം. അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ രാമന്തിരി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ജ്വാല തിയേറ്റേഴ്സ് ഉണ്ട് രാമന്തിരി. അതിന്റെ മുകളിൽ ഹാർമോണിയത്തിന് ഒച്ച കെട്ടി ഞാൻ മേളിൽ കയറിയാണ്. അപ്പൊ മാഷ് പഠിപ്പിക്കുന്നുണ്ടേ, പുറത്ത് വന്ന് നിൽക്കും. എന്നെ പഠിപ്പിക്കാൻ വീട്ടിൽ നിന്ന് വേറെ പൈസ ഒന്നും ഇല്ലാത്ത സമയമല്ലേ, സാമ്പത്തിക അവസ്ഥയാണ്. അപ്പൊ ഞാനിങ്ങനെ പുറത്തു പോയി നിൽക്കും. അങ്ങനെ മാഷ് എന്നെ ഇരുത്തി പാടാൻ പറഞ്ഞു. കുറച്ച് ദിവസം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ പാട്ടിൽ നിന്ന് വിട്ട് ഞാൻ പാട്ട് കുറച്ച് പഠിച്ചെങ്കിലും അധികം പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഫ്ലൂട്ടിൽ മാഷ്ക്ക് ബിറ്റെല്ലാം നോട്ടെല്ലാം പറഞ്ഞുതരാൻ പറ്റും, ശാസ്ത്രീയമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ ശരിക്കും അതിൻ്റെ ഇതൊന്നും പഠിക്കാൻ നിന്നില്ല. അന്ന് തന്നെ ഒഴിവായി. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നാട് വിട്ട് പോയിട്ടാണ് ഞാനിത് ഉസ്താദ് അസംബായി എടുത്ത് പോയിട്ടാണ് ശരിക്കും കാസർഗോഡ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അതിന്റെ സ്വരങ്ങളും സ്ഥാനങ്ങളൊക്കെ പഠിച്ചു. അത് പിന്നെ ഒരു ജീനിയസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് തബല വായിക്കുന്നത്. അയാളെ കൂടെ ഞാൻ ഈ പെട്ടി എടുത്തിട്ട് അയാളെ തബല എടുത്തിട്ട് പോയതാ നാടകം കാണാൻ വേണ്ടി. അന്ന് നാടകം ടിക്കറ്റ് വെച്ച നാടകം ആണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണ്ടേ. അപ്പൊ ഇയാളെ പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കാണ്ട് കയറാലോ. അങ്ങനെ പോയതാ. അപ്പൊ അങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ചെറിയ ചന്തയുടെ ഫ്ലൂട്ട് ഉണ്ട് കൈമ, ആ ഫ്ലൂട്ട് എടുത്തിട്ടാ പോയി. അപ്പൊ അവിടുന്ന് അവർ പറഞ്ഞു, പിന്നെ ഇയാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കുറച്ച് വായിക്കല്ലോ, നിങ്ങൾ വായിച്ചു വന്നു. അങ്ങനെയാണ് അവിടുന്ന് അവിടുത്തെ അയാളെ പരിചയമില്ല. അയാളെ പറഞ്ഞു. അതിന് മുമ്പേ ഞാൻ ഉദയസംക്രാന്തി നാടകത്തിന് ഭാസ്കരൻ മാഷ് പയ്യന്നൂർ കോളേജിലെ കുട്ടികൾ പറയുന്നത് പിന്നെ ഒരു ഓടക്കോൽ ഊതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടാ പറഞ്ഞു മാഷ് ഉദയസംക്രാന്തിക്ക്. അപ്പൊ ആരോ പറഞ്ഞു ശ്മശാനത്ത് നിന്ന് പുഞ്ചക്കാട് ശ്മശാനത്ത് ഒരു ചെക്കൻ വായിക്കണ്ട്. ഞാനന്ന് വീട്ടിൽ നിന്ന് ഒച്ചപ്പാടാക്കുന്നുണ്ട്. ഞാൻ ശ്മശാനത്ത് വന്നിരുന്നു. ശ്മശാനത്ത് നിന്ന് വായിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെക്കൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി. അച്ഛൻ ഓടിച്ചെന്ന് പറഞ്ഞാല് അത് ശരി, രണ്ടും പറയാം. അവരെന്തായാലും അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരെ പല അനീതി വല്ല പഠിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒച്ച ആദ്യം ഇങ്ങനെ ഉണ്ടാവില്ലേ, ഇത് ഊതുമ്പോ
ഇതെല്ലാം ഇങ്ങനെ ഊതുമ്പോൾ ഒച്ച കേൾക്കുമ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ കഴിയില്ല, കുഞ്ഞേക്ക്. അപ്പൊ അവര് പഠിക്കുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ ഇരുന്ന് ഒച്ചേക്കല, അപ്പൊ മുട്ട അങ്ങനെ അതിന് ഓടിച്ചു എന്ന് നമ്മൾ പറയും. ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കില്ല അവർ പറഞ്ഞത്, അവരങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഒച്ചപ്പാട് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നാന്ന് അത് ശരി തന്നെയാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ശ്മശാനത്ത് പോയപ്പോൾ അവിടെ ആരുമില്ലല്ലോ. അവര് കേൾക്കട്ടെ, മരിച്ചവര് കേൾക്കട്ടെ എന്ന് വെച്ചു ചാടുന്ന തുടങ്ങിയത്. അങ്ങനെ ഊതി തുടങ്ങുമ്പോഴാണ് ഈ ഒച്ച കേട്ടിട്ടാണ് ആൾക്കാർ പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് കുട്ടികൾ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ മാഷ് വിളിച്ചപ്പം പോയി. ഞാൻ ആദ്യം പറഞ്ഞവർ വന്നപ്പോൾ ഞാൻ എനിക്കാവുകയില്ലേ, ഞാനങ്ങ് പഠിച്ചിട്ടില്ല, എനിക്കിനെ കൊണ്ട് ഒച്ചാക്കാൻ പറ്റുമോ? അങ്ങനെ മാഷ് പറഞ്ഞു ഒച്ചയാക്കാൻ പറ്റും, എന്നാ പോയിക്കോ. നേരെ പോയി. അതിന് 1ാം സ്ഥാനം കിട്ടി ആ നാടകത്തിന്. പിന്നെ 500ഓളം വേദികളിൽ ഉദയസംക്രാന്തി, മാഷിന്റെ ഉദയസംക്രാന്തി നാടകത്തിൽ. ഉദയസംക്രാന്തി മാത്രമല്ല, ജോൺസന്റെ ഒരുപാട് നാടകങ്ങളുടെ സംഗീതം ഞാൻ ലൈവായിട്ട് ഇപ്പൊ വെള്ളൂര് സ്കൂളിലൊക്കെ ലൈവായിട്ട് വായിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല ജോൺസൺ? അല്ല എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവങ്ങളെ എന്നാലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ നാടക രംഗത്ത് ലൈവ് വായിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ? നാടകത്തിന് ലൈവ് വായിക്കുമ്പോൾ പിന്നെ എനിക്ക് വേണ്ടി നാടകം മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അത് നാടകത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ശ്യാമളാലൻ പപ്പേട്ടൻ മുമ്പ് പിന്നെ ചെയ്ത നാടകമാണ്. അപ്പൊ അദ്ദേഹം ഡേറ്റ് എനിക്ക് ജോൺസന്റെ ഡേറ്റ് ഇല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഇല്ലാന്ന്. രാവിലെ റിഹേഴ്സൽ, രാത്രി പരിപാടി. അങ്ങനെ 16 ദിവസം ഞാൻ കണ്ണ് ചിമ്മാതെ ഉറക്കും. ഇങ്ങനെ ശരി നാടകത്തിന് പിന്നെ കണ്ടങ്കാളി നാടകത്തിന് വായിക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ കുഴഞ്ഞു പോകാൻ ആയി, ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇനി വായിക്കണമെങ്കിൽ 1 മണിക്കൂർ എനിക്ക് ഉറങ്ങണം എന്ന്. അങ്ങനെ അവരൊരു വീട്ടിൽ മേലെ കൊണ്ട് കിടത്തി എന്നെ ഉറക്കി. ആ ഉറക്കുന്ന 1 മണിക്കൂർ എന്നെ പിന്നെ ഇവിടെ പ്രസംഗം നീട്ടി, സാംസ്കാരിക സമ്മേളനത്തിൻ്റെ പ്രസംഗം 1 മണിക്കൂർ നീട്ടി ഞാൻ ഉറങ്ങി. എന്നിട്ട് വന്നിട്ട് നാടകത്തിന് വായിച്ചു. അതെല്ലാം നാടക ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഒരുപാട് നാടകങ്ങള്, ഒരുപാട് ആൽബങ്ങള്. ഇപ്പൊ ഈ അടുത്ത് സിനിമക്ക് സംവിധാനം കള്ളംപട്ടി എന്ന സിനിമ ഞാൻ പ്രതീക്ഷിച്ച സിനിമയ്ക്ക് വരുന്നു. കാരണം സിനിമയ്ക്കാരൻ പണ്ട് എന്നെ വിശ്വാസം ഞാൻ ആദ്യം വായിച്ചത് പിന്നെ സീരിയലിന് വായിച്ചാണ്. ശ്രീ ഒരു ജ്വാലാന്നിന്റെ സീരിയലിൽ കൈതപ്പുറം വിശ്വട്ടനാണ് അതിന്റെ കമ്പോസിങ്, സംഗീതം. കോഴിക്കോട് വെച്ചിട്ട് അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. ഫ്ലൂട്ട് ഞാനാ വായിച്ച. ആ സീരിയലിനെല്ലാം ബിറ്റും പാട്ടിനെല്ലാം ഞാൻ. അപ്പൊ അന്ന് അത് കഴിഞ്ഞിട്ട് എന്നെ വിശ്വട്ടൻ വിളിച്ചിരുന്നു എറണാകുളത്തേക്ക് വരണം. ഈ എറണാകുളത്തേക്ക് എന്നെ വിളിച്ച സമയത്ത് ഒരു വേറൊരു തമാശ വെച്ചാൽ അന്ന് JTS നാടക മത്സരം നടക്കുന്നു. അതേ ദിവസം JTS നാടകത്തിനൊക്കെ 8 നാടകത്തിനായിട്ടും വായിക്കാൻ, ഒരു ഒതല്ലോ എന്ന നാടകം ജയരാജന്റെ. അപ്പൊ അതിന് ഫ്ലൂട്ടില്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല. അന്നത്തെ നാടകത്തിന് സ്റ്റെപ്പെല്ലാം വെച്ചിട്ട് നാടകം, ഇന്നത്തെ പോലെയല്ല, സ്റ്റെപ്സ് എല്ലാം ഉണ്ടാവും, അതിനെ കണക്കായി ബിറ്റ്. അപ്പൊ അത് പോകാൻ പറ്റില്ല. അത് ഞാൻ വിശ്വട്ടം വിളിച്ചപ്പം സിനിമയിൽ വായിക്കാൻ ചാൻസ് ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ സിനിമ എനിക്ക് വായിക്കണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ നീ എറണാകുളത്തേക്ക് വാ, ഞാൻ വിളിക്കുന്നു. വിളിച്ച ദിവസം ഏതാ അറിയോ? ഈ JTS പരിപാടി നമുക്ക് പോകാൻ പറ്റുമോ? അതേ ദിവസം ഞാൻ വായി. കാരണം ഇവിടുന്ന് അടി കിട്ടും. കാരണം ഇത്ര 7 നാടകം 8 നാടകത്തിന് വായിക്കാൻ റിഹേഴ്സലും കൊടുത്തിട്ട് ആ ദിവസം ഞാൻ 3 ശരിയല്ലോ. അങ്ങനെ ഒഴിവായി. പിന്നീട് പിന്നെ വിശ്വാട്ടൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ വരാത്തൊന്നും വലിയ സങ്കടമൊക്കെ. പക്ഷെ പറഞ്ഞില്ല. അപ്പൊ ഇവിടെ എല്ലാം പരിപാടി, യുവജനോത്സവത്തിനും ഡാൻസിന് നാടകത്തിനെല്ലാം ഏറ്റു കഴിഞ്ഞിട്ട് നമുക്ക് പോകുന്ന ശരിയല്ല. പിന്നെ ഞാൻ അന്നേ അങ്ങനെ ഒരു സിനിമ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ പക്ഷെ എന്നാലും സിനിമ രംഗത്ത് എത്തിപ്പെട്ടു. പക്ഷെ അതാണ് ഞാനിപ്പം ഒരു സിനിമയ്ക്ക് ഒരു പാട്ട് കമ്പോസ് ചെയ്തു, സംഗീതം ചെയ്തു, ഒരു സിനിമേന്റെ പശ്ചാത്തല സംഗീതം ചെയ്തു. അത് ശാന്തി ടാക്കസിലിരുന്നിട്ട് കണ്ടു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ എന്താ പറഞ്ഞ ഏറ്റവും ഞാൻ വിചാരിക്കാത്തൊരു കാര്യത്തിലേക്ക് എത്തിയത്. സംഗീതം കൊണ്ട് എനിക്ക് നേടാൻ പറ്റിയ ഒരു കാര്യം അതാണ്. പിന്നെ കുറേ സുഹൃത്ത് ബന്ധം, നിങ്ങളെപ്പോലെ അതുപോലെ എല്ലാവരും കുറേ സുഹൃത്ത് ബന്ധം. പിന്നെ ഇന്ന് ആ ഫ്യൂഷൻ പരിപാടി സോളോ നടത്തുന്നുണ്ട്. ആ പരിപാടി നടത്തുന്നതുകൊണ്ട് കല്യാണ പരിപാടിയെല്ലാം കിട്ടുന്നുണ്ട്. ഈ ഫ്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജോൺസല, ശരിക്ക് ഓടക്കുഴൽ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ജോൺസേട്ടനാണ് അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും അതെ. അത് ആ ഒരു ഫ്യൂഷൻ രംഗത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം ഞാൻ പറയാം, മല്യോട്ടല്ല പിന്നെ കുഞ്ഞുങ്ങൾ തന്നെ അപ്പുറം വേറൊരു സ്ഥലമുണ്ട്. ആ അമ്പലത്തിൽ കുഞ്ഞുങ്ങളും ഏതാ മല്യോട്ട അല്ല, അപ്പുറം ഇല്ല വേറൊരു നമ്മൾ KPR പണിക്കെല്ലാം ഇല്ല അമ്പലമാണ് അപ്പുറം. കുഞ്ഞുങ്ങളെ അപ്പുറം കഴിഞ്ഞിട്ട് അല്ലല്ല മാക്കപ്പതിയല്ല, കുഞ്ഞുങ്ങളും അതിന്റെ പേര് ഓർമ്മയില്ല. അപ്പൊ ആ സ്ഥലത്ത് പിന്നെ ഒരു നാടകം കളിച്ചിട്ട് വേറെ സ്ഥലത്ത് കളിച്ചിട്ട് ഇവിടെ വരണം, രണ്ടാമത്തെ സ്റ്റേജ്. അപ്പൊ ഇവിടുത്തെ തെയ്യം അന്ന് നേരത്തെ തീരും. ആ സമയത്ത് വെള്ളാട്ടം അന്ന് തെയ്യത്തിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഒന്നും പരിപാടിയില്ല.
അപ്പൊ ഡോണ തമ്പാട്ടനോട് അവർ കമ്മിറ്റി പ്രോഗ്രാം പറഞ്ഞ എന്തെങ്കിലും ഒരു പരിപാടി കിട്ടും. അപ്പൊ ഞാൻ തമ്പാനോട് അന്നേ ഈ കാസറ്റ് ഇറക്കിയാലും ഞാൻ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കണമെന്നുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു ജോൺസൺ എനിക്ക് ഒരു ചാൻസ് കിട്ടും. അന്നേരം പറയാം ഈ ഒരു ചാൻസ് തമ്പാനോട് എന്നോട് പറഞ്ഞു, പിന്നെ ഇടയ്ക്ക് 2 മണിക്കൂർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ചെയ്യാം, ഓർക്കസ്ട്രേഷനോടോ ചെറിയ പൈസ തരുള്ളൂ. ഞാൻ പറഞ്ഞാൽ മതി, നമുക്കൊരു അത് നോക്കാം, പരീക്ഷ നോക്കാന്ന് വെച്ചിട്ട്. അങ്ങനെ അന്ന് അണീക്കര അമ്പലം പേര് വന്നു. അണീക്കരയില്ലേ, കുഞ്ഞുങ്ങൾ അണീക്കര ഒരു സ്ഥലമുണ്ടല്ലോ. അപ്പൊ അവിടെ വന്നിട്ട് പിന്നെ അവിടെ നടത്താൻ പറ്റി ഞാൻ ഓർക്കസ്ട്രയിൽ ചെയ്തു. അന്ന് ഞാൻ ഓർക്കസ്ട്രക്കാർക്ക് പൈസ കൊടുത്ത് എൻ്റെ അമ്മേന്റെ കാതിൽ പണയം വെച്ചിട്ടാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അന്ന് ചെറിയ പൈസ അവിടെ നിന്ന് കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഒരു പരീക്ഷണം എന്നല്ലേ. പക്ഷെ ആ പരിപാടി 22 പാട്ട് ഞാൻ ഇരുന്നിരിപ്പിൽ 22 പാട്ട് ഓർക്കസ്ട്രക്കാരെല്ലാം വായിച്ചു. അന്ന് KPR പണിക്കർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഈ വിജയനായടത്തിന്റെ നാടകമായിരുന്നു. അവര് വന്നിട്ട് നേരത്തെ കാത്തേക്കുന്നുണ്ട്. അവർ ആർക്കും നാടകം കഴിഞ്ഞ് വന്നു. പക്ഷെ ഇത് കേട്ടിട്ട് അവർക്ക് പിന്നെ കയറാൻ സ്റ്റേജിലേക്ക് വരുന്നില്ല. അവിടെ കിട്ടി കൈയ്യെട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് ഈ വിജയനായടത്തിന് വന്ന് കെട്ടിപ്പിടിച്ചു. KPR പണിക്കർ വന്നിട്ട് പറഞ്ഞു ഈ പരിപാടി ലോകം ഏറ്റെടുക്കും, ജോൺസൺ ഉറപ്പാന്ന്. അന്ന് ആദ്യമായിട്ടാണ് പരിപാടി കാണാൻ വേണ്ടി കുറെ പെണ്ണുങ്ങളെ വന്നിട്ട് എടുത്തുണ്ട്, സൂപ്പർ പരിപാടി എന്ന് പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അന്ന് സംഭവം വെച്ചാൽ അത് പിന്നെ അതിനുശേഷം ഞാൻ ഇത് സ്റ്റേജുകളിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ആ സ്റ്റേജുകൾ അവസാനം കല്യാണ റിസപ്ഷനിൽ അവതരിപ്പിക്കാൻ തുടങ്ങി ഞാൻ തന്നെ. പിന്നെ ഇന്ന് എല്ലാവരും ഇന്ന് പുല്ലാങ്കുഴൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവതരിപ്പിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത്. ഞാൻ കുറപ്പുണ്ട്. അതിന് ശേഷം ഇത്ര പാട്ടുകളൊന്നും ആരും വായിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, സ്റ്റേജിൽ വായിച്ചു കണ്ടിട്ടില്ല. അതിനുശേഷം 12 മണിക്കൂറും പാട്ടന്നെ വായിച്ചു. അത് 12 മണിക്കൂർ സ്റ്റേജ് തന്നെ പാട്ടന്നെ വായിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നല്ല, അതിന്റെ പിന്നെ ഒരു എനിക്കതിനെ അഭിമാനിക്കാൻ പറ്റും. എൻ്റെ ഈ സംഗീത ദിനത്തിൽ ഈ സംഗീതം കൊണ്ട് ഇങ്ങനെ ഒരു പുതിയൊരു സംഭവം എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അഭിമാനിക്കാലോ. അത് മാത്രം പറയുന്നില്ല, അഭിമാനിക്കാമെന്ന് മാത്രമേ പറയുന്നില്ല, ഞാൻ വേറെ പറയുന്നില്ല. അപ്പോൾ ജോൺസേട്ടാ, ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഒരു സംഗീതജ്ഞനാണ് ജോൺസേട്ടൻ. ഈ ഒരു ലോക ഈ ഒരു സംഗീത ദിനത്തിൽ ജോൺസേട്ടൻ എന്ത് തോന്നുന്നു? സ്വയം എന്താണ് ജോൺസേട്ടന് ഒരു ഫീൽ ചെയ്യുന്നത്? ഈ സംഗീതം ഏറ്റവും സന്തോഷം തന്നെ. എന്നാലും ഒരു കലാകാരൻ എന്ന നിലയിൽ ആത്മസംതൃപ്തി ഉണ്ട്. ഒരു കുറെ ശിഷ്യന്മാരാക്കി കിട്ടി. അവരൊക്കെ ഇപ്പം ഫ്ലവേഴ്സിലെല്ലാം വായിക്കുന്നവരുണ്ട്. ഹരി ജയനായാലും എല്ലാം എൻ്റെ ശിഷ്യന്മാരാണ്. അവരുടെ നല്ല പേരുണ്ട്. ഇപ്പം ഈ ഫ്യൂഷൻ പരിപാടി അവരും നടത്താൻ തുടങ്ങി. അതുകൂടാതെ നാടകങ്ങൾക്ക് സംഗീതം ചെയ്തപ്പം കുറെ ഇതായി. പിന്നെ അതിനോടൊക്കെ ഒരു അവാർഡ്, എനിക്ക് നാടകക്കാരൊരു അവാർഡ് അതിന് ഇപ്പം അടുത്ത് തന്നത്. അത് ആ അവാർഡാണ് ഇടിയുള്ളത്. ഈ അവാർഡ് സംസ്ഥാന പുരസ്കാരം ഇതില്ലേ, ഈ അവാർഡ് ഇതാ, ഈ അവാർഡിനൊക്കെ അത് അവിടെ നിന്ന് കിട്ടുക, ബിഹൈൻഡ് ദി കർട്ടൻ്റെ അവാർഡ്. അതെന്ന് വെച്ചാൽ എന്നെ പറയാൻ കാരണം അറിയാം, ഈ അവാർഡിനെ സംസ്ഥാനം ഇപ്പം തരുന്ന അവാർഡില്ലേ, സംസ്ഥാന അവാർഡ്, ആ അവാർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കലാകാരന്മാര് തരുന്നതിനെങ്കിലും ഇതുപോലെ കലാകാരന്മാരല്ല അവര് സാഹിത്യപരമായിട്ടെല്ലാം അല്ലേ, സംഗീത നാടക അക്കാദമിയിൽ അവാർഡ് തരുന്നത് അങ്ങനെയല്ലേ. ഇതല്ല, ഇത് കലാകാരന്മാരെന്നെ തിരഞ്ഞെടുത്ത സംസ്ഥാനത്തെ അവാർഡാണ്. അപ്പം ഏറ്റവും കൂടുതൽ മധുരം ഇനി കിട്ടുന്നുണ്ട്, കാരണം എനിക്ക് തോന്നുന്നു. അപ്പം അത് വലിയൊരു കാര്യമാണ്. ഓക്കെ ജോൺസേട്ടാ, നമ്മൾ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇത്രയും സമയം ജോൺസേട്ടൻ നമുക്ക് വേണ്ടി ചെലവഴിച്ചു. ഏതായാലും ജോൺസേട്ടനെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. പ്രത്യേകിച്ചൊരു എനിക്കൊരു അഭിമുഖത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുഖവുരയുടെ ആവശ്യമില്ല. എന്നാലും ഇത്രയും സമയം നമ്മുടെ ചാനലിന് വേണ്ടി നമുക്ക് ജോൺസേട്ടനെ കിട്ടി, വലിയൊരു ഭാഗ്യമാണ്. വളരെ സന്തോഷം. അപ്പോൾ ഒരു ഇത് വായിക്കല്ലേ, ജോൺസേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഇന്നത്തെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കർഷകരെ ഒരു പഹാടി ടച്ചിലുള്ള ഒരു വയലേലകൾ മനസ്സിൽ വരുന്ന ഒരു രീതിയിലുള്ള സാധനം.